അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജയശ്രീ, ഞാൻ ഇടത്തറയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 2-3 മാസമായിട്ട് എനിക്ക് ഷുഗർ ലെവൽ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കൂടിയിട്ട് പിന്നെ മരുന്ന് കഴിച്ച് രണ്ട് ഡബിൾ ഡോസായിട്ട് മരുന്ന് കഴിച്ചാലും എനിക്ക് അത് ഫലിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസം വന്ന് ലാസ്റ്റ് ഒരു വ്യാഴാഴ്ച ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയപ്പോൾ ഞാൻ വീഴാൻ പോകുന്നൊരവസ്ഥയിലായിരുന്നു. ബസ്സിൽ ഇങ്ങനെ പോയി തന്നെ ഉള്ളൂ. അങ്ങനെ വീട്ടിൽ പോയി പിന്നെ എനിക്കൊന്നിനും ഒരു ബോധമൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ തിങ്കൾ തൊട്ട് ഈ ദിവസം വരെയൊക്കെ ഞാൻ ഇവിടെ വന്ന് എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തിങ്കളാഴ്ച വരെ കിടപ്പായിരുന്നു. തിങ്കളാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഞാൻ തിങ്കളാഴ്ച അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചൊവ്വാഴ്ച ഇവിടെ വരണം. അങ്ങനെ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അസുഖം ഇങ്ങനെ നല്ലോണം തീരെ വയ്യ അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ പിറ്റേ ദിവസം കുർബാനയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ നല്ല പ്രയാസത്തോടെയാണ് പങ്കെടുത്തത്. അന്ന് മുതൽ ഞാൻ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ വേദന പറയുക അങ്ങനെയൊന്നും അല്ല ഞാൻ പ്രാർത്ഥിച്ചത്. അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും തിരുസഭയ്ക്ക് വേണ്ടിയിട്ടും വൈദികർക്ക് വേണ്ടിയിട്ടും സന്യസ്തർക്ക് വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥിച്ചിരുന്നത്, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും ചെസ്റ്റ് പെയിന്, നല്ല കഠിനമായ ചെസ്റ്റ് പെയിനായിരുന്നു. അത് ഇന്നലെ വരേക്കും അതികഠിനമായിരുന്നു. ഇന്നലെ വൈകുന്നേരം നല്ല കൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഡോക്ടറെ അടുത്തേക്ക് പോകണോ. അപ്പോൾ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ആ വചനം ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന ജപമാല ചൊല്ലുമ്പോഴൊക്കെ ആ വചനം പറഞ്ഞുകൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇവരെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആൾത്താരയിൽ അവിടെ അപ്പുറത്തെ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അവിടെ കയറിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രയാസം പോലെ തോന്നും. അവിടെ കയറിയില്ല, എന്താണ് അങ്ങനെ മനസ്സിലേക്ക് വരും. ഞാൻ അവിടെ അച്ഛനെ കാണാനോ പ്രാർത്ഥിക്കാനോ ഞാൻ പോയിട്ടില്ല ഇത്രയും ദിവസമായിട്ടും. ഞാൻ പോയിട്ട് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവരുടെ കൂടെ ഇരുന്ന് ഇവിടെയും വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഓരോ ദിവസവും ഓരോ സൗഖ്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരമായപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ കൂടി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, എനിക്ക് അധികമാണെന്നൊന്നും പറഞ്ഞില്ല. എന്നുവെച്ചാൽ അത്ര ഇങ്ങനെ ഒരു കൊളുത്ത് പിടിക്കണ മാതിരി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ശരീരം മൊത്തം ഷോക്ക് അടിക്കണ മാതിരി ഇങ്ങനെ പിടിക്കുക, ഒരു പിടുത്തമാണ്. ആ പിടുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം നമ്മൾ കുഴഞ്ഞ് അങ്ങനെയിരിക്കും. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഈശോയുടെ തിരുരക്തത്തിന് ഈശോയുടെ ഇതിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ ശരീരത്തെ മുഴുവനായി ഞാൻ ഈശോയ്ക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് മുമ്പായിട്ട് അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയാകുമ്പോൾ എനിക്ക് അതിനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദിവസവും എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ പ്രാർത്ഥനയിൽ ലയിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഉറക്കം എനിക്ക് കറക്റ്റായില്ലായിരുന്നു. ഉറങ്ങാനും കുറച്ച് സമയം ഉറങ്ങുള്ളൂ. പക്ഷേ ആ ഒരു കുറച്ച് സമയമാണെങ്കിൽ അത് നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയം ഡീപ്പായിരിക്കും. പിന്നെ അതുപോലെ കറക്റ്റ് സമയത്ത് തന്നെ ഈശോ ഉണർത്തുന്നത് പോലെ ഉണരുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഈശോയോട് ചേർന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് പോരുന്ന ഒരു ശക്തിനെ വന്ന് പിടിച്ച് പോരുന്നത് പോലെയാണ് ഞാൻ ഓരോ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വൈകുന്നേരത്ത് വീട്ടിലേക്ക് പോയത്. ഇന്ന് രാവിലെ അതേപോലെ തന്നെയാണ്. ഇന്നും പോരുന്ന സമയത്ത് എനിക്ക് ഉൾപ്രേരണ കിട്ടി. ഞാൻ എന്തായാലും ഷുഗർ ചെക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ അത് ലെവലായി കൂടിയാലും എനിക്ക് പ്രശ്നമില്ല, കുറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത ദുഃഖം ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് പറയണം, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഉള്ളിൻ്റെ വിഷമം കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് അച്ഛൻ ഇന്നത്തെ സ്തുതിപ്പിൻ്റെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ ആ ടൈമിലേക്കാണ് ഞാൻ എത്തിയത്. ഇവിടെ എത്തി അപ്പം മുതൽ എൻ്റെ കാല് ഐസ് ക്യൂബിൻ്റെ ഉള്ളിൽ വെച്ച മാതിരിയാണ്. എനിക്ക് അച്ഛൻ പറയുമ്പോൾ എനിക്കത് എന്താണെന്ന് എനിക്ക് ആ സമയം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ കാല് ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇങ്ങനെ താഴ്ഭാഗം മൊത്തം ഐസ് ക്യൂബിനകത്ത്. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എനിക്ക് വാദത്തിനും കൂടെ മരുന്ന് തന്നതായിരുന്നു. കാരണം പിന്നെ ഇവിടെ എനിക്ക് എല്ലാ ദിവസവും ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ രണ്ട് കാലിലും മുഴ ഇങ്ങനെ പൊന്തി വരും. അത് താണു പോകുന്ന അത് പിടിച്ച് അമർത്തി അത് താണു പോകുന്നവരേക്ക് കഠിനമായ വേദനയാണ്. അത് ആ എല്ലിലേക്ക് അങ്ങ് വേദന കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേദനയാണ്. അപ്പം അത് വന്ന് പിന്നെ ഇവിടെ ഒരു മുഴ അതേമാതിരി വരും. അത് അമർത്തി കഴിഞ്ഞാലാണ് പിന്നെ എനിക്ക് ശ്വാസം ശരിക്കും വരുള്ളൂ. അപ്പം അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അത് ഇന്ന് കുർബാനയുടെ സമയത്ത് എൻ്റെ കാല് ഐസ് ക്യൂബിനകത്തായതുകൊണ്ട് എനിക്ക്
കാലിനൊന്നും ഇല്ലാത്തവരെ പോലെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതാണെന്ന് പറയും. പിന്നെ കുറേ കഴിഞ്ഞ് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ കാല് വെറും തണുപ്പ് മാത്രമായി. എൻ്റെ ആ വേദനകളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ആ വേദനകളൊന്നും വരുന്നില്ല. പിന്നെ എൻ്റെ ബാക്കിൽ അതേമാതിരി ഒരു ഷോക്ക് അടിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ എല്ലാം ഒരു പിടുത്തവും ഒരു വേദനയും ഉണ്ടായിരുന്നു, എപ്പോഴെപ്പോഴും വരുന്നതാണ്. അതൊക്കെ മാറിപ്പിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വളരെ കഷ്ടപ്പെട്ടു. നിങ്ങൾ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ശുശ്രൂഷയുടെ തലേ ദിവസം നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഇന്നലെയും മിനിയാന്നൊക്കെ സഹോദരി ഇവിടെ വരിക. ഇന്നലെ രാവിലെ തൊട്ട് ശുശ്രൂഷയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. കാരണം ശുശ്രൂഷ മാത്രമല്ല, ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ശക്തി നമ്മളിലേക്ക് വരും.